നമ്മുടെ സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 9 എന്നുത്തരം പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതായത് ശുക്രനിൽ ആരംഭിച്ച് പ്ലൂട്ടോ എന്ന കുഞ്ഞനിൽ അവസാനിക്കുന്ന ഗ്രഹപരമ്പര. എന്നാൽ ഇടയ്ക്ക് ശാസ്ത്രജ്ഞർ തീരുമാനിച്ചു പ്ലൂട്ടോ ഇനി ഗ്രഹമല്ലെന്ന്. ഇതോടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം 8 മാറുകയായിരുന്നു. ഇപ്പോഴിതാ പ്ലൂട്ടോയെ സംബന്ധിച്ച ശാസ്ത്രലോകത്തിന്റെ നിർണായകമായ ഒരു കണ്ടെത്തലാണ് ശ്രദ്ധ നേടുന്നത്. പ്ലൂട്ടോയുടെ ഉപരിതലത്തിൽ ദ്രാവകത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ നാസ പുറത്തുവിട്ടിരിക്കുന്നത്. ദി പ്ലാനറ്ററി സയൻസ് ജേർണൽ എന്ന പ്രസിദ്ധീകരണത്തിലാണ് പുതിയ പഠനം പുറത്തുവന്നിരിക്കുന്നത്. സൂര്യനിൽ നിന്ന് വളരെ അകലത്തിലുള്ള ഈ കുഞ്ഞൻ ഗ്രഹത്തിൽ എപ്പോഴും കഠിനമായ തണുപ്പും മഞ്ഞും നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമാണുള്ളത്. എന്നാൽ പ്ലൂട്ടോയെക്കുറിച്ചുള്ള മുൻ ധാരണകളെല്ലാം മാറ്റിമറിക്കുന്ന ഒരു കണ്ടെത്തലാണ് ശാസ്ത്രലോകം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. 2015 നാസയുടെ ന്യൂ ഹൊറൈസൺസ് ബഹിരാകാശ പേടകം പ്ലൂട്ടോയ്ക്കരികിലൂടെ കടന്നുപോയപ്പോൾ പകർത്തിയ ചിത്രങ്ങളിൽ നിന്നാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഈ പേടകം ശേഖരിച്ച ഡാറ്റകൾ സൂക്ഷ്മമായി വിശകലനം ചെയ്തതിൽ നിന്നാണ് ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ അസാധാരണമായ പ്രതിഭാസങ്ങൾ ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പ്ലൂട്ടോയുടെ ഹൃദയാകൃതിയിലുള്ള ഭീമാകാരമായ സ്പുട്നിക് പ്ലാനറ്റിയ എന്ന മഞ്ഞു ഗ്ലേസിയറിന്റെ വടക്കേ അറ്റത്തുള്ള വിള്ളലുകളിലൂടെ ദ്രാവക നൈട്രജൻ മുകളിലേക്ക് ഉയർന്നു വരുന്നതായാണ് പഠനത്തിൽ വ്യക്തമാക്കുന്നത്. ഈ കുള്ളൻ ഗ്രഹത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഉപരിതലത്തിൽ ദ്രാവകം ഒഴുകിയതിന്റെ വ്യക്തതയുള്ള തെളിവുകൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തുന്നത്. പ്ലൂട്ടോയുടെ ഉപരിതല ഘടന എപ്പോഴും മാറ്റത്തിന് വിധേയമാകുന്നതാണെന്നും അവിടെ സജീവമായ പല പ്രതിഭാസങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും ഉറപ്പിക്കുന്നതാണ് ഈ കണ്ടെത്തൽ. സൗരയൂഥത്തിന്റെ ശീതീകരിച്ച കോണുകളിൽ പോലും ഇത്തരം ഭൗമശാസ്ത്ര പ്രതിഭാസങ്ങൾ നടക്കുന്നു എന്നത് ശാസ്ത്രജ്ഞരെ പോലും അത്ഭുതപ്പെടുത്തുന്ന വസ്തുതയാണ്. ടെക്സസ്, ഒക്ലഹോമ എന്നീ US സംസ്ഥാനങ്ങളുടെ വിസ്തൃതിയേക്കാൾ വലിപ്പമുള്ള ഭീമാകാരമായ ഉറഞ്ഞ നൈട്രജൻ ഗ്ലേസിയറാണ് പ്ലൂട്ടോയിൽ കണ്ടെത്തിയിരിക്കുന്നത്. 2015 ഫ്ലൈബൈ ചിത്രങ്ങളിൽ ഈ പ്രദേശത്തിന്റെ വടക്കുഭാഗത്ത് ഒരു നഗരത്തോളം വലിപ്പമുള്ള കൺവെക്ഷൻ സെല്ലുകളും അവയെ വേർതിരിക്കുന്ന നേർത്ത ഇരുണ്ട വരകളും വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നതായാണ് കണ്ടെത്തൽ. ഇത് മുൻകാലങ്ങളിൽ ഇവിടെ എന്തോ ദ്രാവകം ഒഴുകിയിട്ടുണ്ടാകാം എന്നതിന്റെ സൂചനകളാണെന്ന നിഗമനത്തിലാണ് ശാസ്ത്രലോകം. ഗ്ലേസിയറിനിടയിൽ നിന്ന് ദ്രാവക നൈട്രജൻ മുകളിലേക്ക് തള്ളി വരുമ്പോഴാണ് ഇത്തരം മാറ്റങ്ങൾ ഉപരിതലത്തിൽ ദൃശ്യമാകുന്നതെന്നാണ് ഗവേഷകരുടെ വാദം. ഭൂമിയിൽ മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ അടിയിൽ നിന്ന് ദ്രാവകം പുറത്തേക്ക് വരുമ്പോഴോ ഹിമാനികളുടെ ഉപരിതലം ഇരുണ്ടു പോകാറുള്ളത് പോലെയാണ് പ്ലൂട്ടോയുടെ വടക്കൻ സ്പുട്നിക് പ്ലാനറ്റിയത്തിലെ ഉപരിതല പാറ്റേണുകളും കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ പ്ലൂട്ടോയിലെ അതിശൈത്യവും അന്തരീക്ഷാവസ്ഥയും കാരണം അവിടെ ദ്രാവക നൈട്രജന്റെ മഴ പെയ്യുക എന്നത് തികച്ചും അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ദ്രാവകം ആകാശത്തു നിന്നല്ല, മറിച്ച് ഗ്ലേസിയറിന് അടിയിൽ നിന്ന് മുകളിലേക്ക് ഒഴുകിയെത്തിയതാണെന്നാണ് ശാസ്ത്രജ്ഞർ വാദിക്കുന്നത്. പ്ലൂട്ടോയെക്കുറിച്ചുള്ള നാസയുടെ ഈ പുതിയ കണ്ടെത്തൽ സൗരയൂഥത്തിന്റെ ഉത്ഭവത്തെയും പരിണാമത്തെയും കുറിച്ചുള്ള അറിവുകളെ കൂടുതൽ ആഴത്തിലുള്ളതാക്കാൻ സഹായിക്കും. ഭാവിയിൽ ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ ചർച്ചകൾക്കും കൂടുതൽ പര്യവേക്ഷണങ്ങൾക്കും ഈ സുപ്രധാന കണ്ടെത്തൽ വഴിയൊരുക്കും. നെപ്റ്റ്യൂണിനപ്പുറമുള്ള ഒരു പ്രദേശമായ കൈപ്പർ ബെൽറ്റിൽ സ്ഥിതി ചെയ്യുന്ന ചെറുഗ്രഹമാണ് പ്ലൂട്ടോ. 1930 ജ്യോതിശാസ്ത്രജ്ഞനായ ക്ലൈഡ് ടോംബോഗാണ് പ്ലൂട്ടോയെ കണ്ടെത്തിയത്. 2006 ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അതിനെ കുള്ളൻ ഗ്രഹമായി തരം താഴ്ത്തുന്നതുവരെ ഏകദേശം 76 വർഷത്തോളം പ്ലൂട്ടോ സൗരയൂഥത്തിലെ ഒരു ഗ്രഹമായാണ് അറിയപ്പെട്ടിരുന്നത്. ഏകദേശം 2377 കിലോമീറ്റർ വ്യാസമുള്ള പ്ലൂട്ടോയ്ക്ക് ഭൂമിയുടെ ചന്ദ്രന്റെ 2 വലിപ്പം മാത്രമാണ് ഉള്ളത്. പ്ലൂട്ടോയുടെ ഉപരിതലത്തിൽ നൈട്രജൻ, മീഥേൻ, കാർബൺ മോണോക്സൈഡ് എന്നിവയുൾപ്പെടെ വിവിധ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. പ്ലൂട്ടോയുടെ ഏറ്റവും വലിയ പ്രത്യേകത സങ്കീർണവും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതുമായ അന്തരീക്ഷമാണ്. നൈട്രജൻ സമ്പുഷ്ടമായ അന്തരീക്ഷമാണ് പ്ലൂട്ടോയ്ക്കുള്ളത്. അതേസമയം സൂര്യനിൽ നിന്ന് അകന്നു പോകുന്ന പ്ലൂട്ടോയുടെ നൈട്രജൻ സമൃദ്ധമായ അന്തരീക്ഷം തണുത്തുറഞ്ഞ് ചുരുങ്ങുന്നതായും പുതിയ കണ്ടെത്തൽ പുറത്തുവന്നിട്ടുണ്ട്. നക്ഷത്രങ്ങളെ മറയ്ക്കുന്ന സമയത്തെ നിരീക്ഷണങ്ങളിലൂടെ അന്തരീക്ഷമർദ്ദം 16% കുറഞ്ഞതായും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മാറ്റം പ്ലൂട്ടോയുടെ ഉപരിതലത്തിൽ മഞ്ഞ് രൂപപ്പെടുന്നതിലേക്കും സൂര്യനിൽ നിന്ന് കൂടുതൽ അകലേക്ക് നീങ്ങുന്നതിലൂടെ കുള്ളൻ ഗ്രഹമായ പ്ലൂട്ടോയുടെ അന്തരീക്ഷം തണുത്തുറഞ്ഞ് ചുരുങ്ങുന്നതായും കണ്ടെത്തലുണ്ട്. പ്ലൂട്ടോ ദൂരെയുള്ള നക്ഷത്രങ്ങൾക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന സമയത്ത് നടത്തിയ സൂക്ഷ്മ നിരീക്ഷണങ്ങളിലൂടെയാണ് ഈ സൂചനകൾ ലഭ്യമാകുന്നത്.